ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് തന്നെയാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അനിവാര്യതയാണ്. കാരണം ഭരണകൂടങ്ങൾക്കടക്കം മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാൽ പൊതുവിൽ ജനങ്ങളെ അനായാസം ചൂഷണം ചെയ്യാൻ സാധിക്കും. അവിടെയാണ് പലപ്പോഴും മാധ്യമങ്ങൾ അവരുടെ റോൾ പുറത്തെടുക്കുന്നത്. അവിടെയാണ് നേരത്തെ ചന്ദ്രകാന്ത് സൂചിപ്പിച്ചതുപോലെ ചില അവകാശങ്ങൾ, സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അതുകൂടി നഷ്ടപ്പെടുത്തുന്നത് പൊതുസമൂഹത്തെയും ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമല്ല ജനങ്ങൾ അറിയേണ്ടത്. ഒരുപക്ഷെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അതിനെ തള്ളിപ്പറയേണ്ടതില്ല. കാരണം ഓരോ വ്യക്തിയും മാധ്യമങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ പ്രതിസന്ധിയുടെ നേർസാക്ഷ്യം എന്ത് എന്ന് അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ദൃശ്യങ്ങൾ പകർത്താനോ അതല്ലെങ്കിൽ അത് പങ്കുവെക്കാനോ സാധിക്കുന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ സലീം കുമാറിനെ പോലെ ഒരാൾ മരണപ്പെടുമ്പോൾ അത് ജനങ്ങൾക്ക് കാണാനും ജനങ്ങളിലേക്ക് എത്തിക്കാനുമായി സംവിധാനമുണ്ട് എന്ന് കൃത്യമായി ബോധ്യമുണ്ട്. അവിടേക്കാണ് ഈ നൂറുകണക്കിന് സംവിധാനങ്ങളുമായി ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാധ്യമങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന തെറ്റായ പ്രവണതകൾ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വാർത്താ സമ്മേളനം കവർ ചെയ്യാൻ പോലും ഒന്നിലധികം മാധ്യമപ്രവർത്തകരും ക്യാമറകളും സംവിധാനങ്ങളുമായി എത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. അവിടെ ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു സംഘടനാ സംവിധാനമുണ്ട്, കൂട്ടായ്മകളുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വേദികൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കൂടിയുണ്ടോ കിരൺ? അഭിലാഷ്, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഔചിത്യം എന്നതാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു നിയമം എന്നുള്ളതല്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ എനിക്ക് ഇഷ്ടമുള്ള റിംഗ് ടോൺ വെക്കാൻ അവകാശമുണ്ട്. ചിലപ്പോൾ ഒരു അടിപൊളി പാട്ടായിരിക്കും എൻ്റെ റിംഗ് ടോൺ. പക്ഷേ ഞാനൊരു മരണ വീട്ടിൽ പോകുമ്പോൾ അത് എൻ്റെ അവകാശമാണ്. ഞാൻ ആ റിംഗ് ടോൺ ഫോൺ വന്നാൽ അത് ഓഫ് ചെയ്യില്ല, അത് മ്യൂട്ട് ചെയ്തിട്ട് പോവുക എന്നുള്ളത് ഒരു ഔചിത്യമാണ്. ഈ ഔചിത്യം ആർക്കൊക്കെ നഷ്ടപ്പെടുന്നോ സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാവും. ഇങ്ങനെ നിരന്തരം ഔചിത്യങ്ങൾ നഷ്ടമാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ജനങ്ങൾ ഇതിനെതിരായിട്ടുള്ളൊരു വികാരത്തിലേക്ക് വരും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശങ്ങളടക്കം നിഷേധിക്കപ്പെടുന്നൊരു ഘട്ടത്തിലേക്ക് വരും. ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, മാധ്യമങ്ങൾ, അംഗീകൃത മാധ്യമങ്ങൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു VIP ചടങ്ങുകൾ ഇപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയെങ്കിലും ഒരു ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നു. അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നെങ്കിൽ അവിടെ എത്ര മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്? അതിനൊരു PRDയുടെ കയ്യിൽ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് ഒരു മാധ്യമത്തിന് 2 പേർ അല്ലെങ്കിൽ 3 പേർ അവരൊരു നിശ്ചിത എണ്ണം തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിനനുസരിച്ച് അവരവിടെ പോകും. അവരെ ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അതിനിടയിലും പ്രശ്നങ്ങളില്ല എന്നല്ല പറയുന്നത്. അതിനിടയിൽ തന്നെ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മാധ്യമത്തിന് 2 റിപ്പോർട്ടർമാർക്ക് പകരം അല്ലെങ്കിൽ 2 ക്യാമറയ്ക്ക് പകരം 5 6 ക്യാമറയുമായി പോകുന്ന പ്രവണതയൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയും മാറ്റേണ്ടത് തന്നെയാണ്. അത് സ്വയം വിമർശനപരമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും ഓരോ മാധ്യമങ്ങളും, ഇപ്പം നമ്മുടെ ചാനലിനടക്കം എല്ലാ ചാനലുകൾക്കും എല്ലാ മാധ്യമപ്രവർത്തകർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആർക്കും ഒഴിഞ്ഞു നിൽക്കാനും കഴിയില്ല. അത്തരം ഒരു തിരുത്തലുകൾ വരുത്തണം. പക്ഷേ ഇതിനൊന്നും കഴിയാത്ത മറ്റൊരു മേഖലയുണ്ട്. ഇപ്പോൾ ഇന്നലെ എന്താണ് ഉണ്ടായത്? ഇന്നലെ അവിടെ ആകെ ഒരു 20-25 ചാനൽ ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് 100-ൽ അധികം മൊബൈൽ ക്യാമറയുമായി നിൽക്കുന്ന വ്യത്യസ്തമായ ആളുകൾ. ഇതിനകത്ത് ഗൗരവമായി ചെയ്യുന്ന ചിലപ്പോൾ അപൂർവം ചില ആളുകൾ കാണും. പക്ഷേ മഹാഭൂരിപക്ഷം പേരും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു എനിക്ക് വ്യൂ കൂട്ടാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കണ്ടന്റ്, ഒരു പുതിയ കണ്ടന്റ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അവരെല്ലാവരും കൂടി നിന്നിടിക്കുകയാണ്. ഈ സ്വന്തം അച്ഛൻ്റെ മുന്നിൽ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ, അതും അകാലത്തിൽ മരിച്ചൊരു പിതാവാണെന്ന് ആലോചിക്കണം. ഏത് മകനും ഇനി പ്രായമായി മരിച്ചാൽ പോലും ആ സമയത്ത് ഒരു മകൻ്റെയോ അല്ലെങ്കിൽ മകളുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ വികാരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് അത് സഹിക്കാൻ പോലും, ഒരു തരത്തിലും സഹിക്കാൻ പോലും, യാഥാർത്ഥ്യത്തോട് പോലും പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു മകൻ ചൂടാവുമ്പോൾ ആ മകൻ കഞ്ചാവ് അടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന മട്ടിലടക്കം ഈ മാധ്യമങ്ങൾ പ്രചരണം നടത്തുകയാണ്. അത്തരം ആളുകൾ ഇവിടേക്ക് ഇടിച്ചു കയറുമ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇന്നലെ തന്നെ അവിടെ മാധ്യമങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലമൊക്കെ മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തക സംഘടനയാലും ഒക്കെ അത്തരത്തിലൊക്കെ പലപ്പോഴും ഇടപെടാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു, ആ സ്ഥലത്ത് മാധ്യമങ്ങളിലെല്ലാവരും ക്യാമറ വെക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ക്യാമറകൾ മാത്രം നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ആളുകൾക്ക് സ്വാഭാവികമായും അവിടെ വരുന്ന സെലിബ്രിറ്റികളാണ്, കാണാൻ താല്പര്യമുണ്ടാകും. മാധ്യമങ്ങൾക്ക് അത് കാണിക്കുകയും വേണം. അതിലെല്ലാം കാര്യങ്ങൾ നടന്നേനെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർ ചടങ്ങ് നടത്തുന്ന സ്ഥലത്തേക്ക് ഈ മൊബൈൽ കടന്നു കഴിയുമ്പോൾ മറ്റു ചെറിയ കുഴപ്പങ്ങളുണ്ട്. ചാനൽ ക്യാമറകൾക്ക് ദൂരെ നിന്ന് വേണമെങ്കിൽ സൂം ചെയ്തെടുക്കാം. മൊബൈലുമായിട്ട് നിൽക്കുന്ന ഈ ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്ക് അവർ ഏതെങ്കിലും തരത്തിൽ ഒരു എഡിറ്റിങ്ങിന് എവിടെയും വിധേയമാകുന്നില്ല. അവൻ എടുക്കുന്നത്, അവൻ പറയുന്നത്, ഇപ്പോൾ തെറി പറയുന്നതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളും ഏറ്റവും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മഹത്തരമാണ് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ വിഷ്വൽ എടുത്താൽ, അല്ലെങ്കിൽ നേരത്തെ ചന്ദ്രകാന്ത് ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവരുടെ സാരിയുടെ തുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം അല്പം മാറിയിരുന്ന് കണ്ടാൽ ആരുടെയെങ്കിലും ശരീരം അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അറിയാതെ ഒന്ന് സ്പർശിച്ചാൽ ഇതൊക്കെ സൂം ചെയ്തു വെച്ച് ഇത് ആണ് മാധ്യമപ്രവർത്തനം, ഇതൊരു കണ്ടന്റാക്കി കൊണ്ടുവന്ന് അത് കാണിക്കാൻ വേണ്ടി നിൽക്കണം. ആ സ്ത്രീകൾക്ക് ചിലപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ മരിച്ചു കിടക്കുന്ന ആളിനോടുള്ള വല്ലാത്ത വൈകാര്യാവസ്ഥയിൽ നിൽക്കായിരിക്കും. അവർ ചിലപ്പോൾ അവരുടെ വസ്ത്രമോ അല്ലെങ്കിൽ അവരുടെ കണ്ണീര് വരുന്നതൊന്നും ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് അങ്ങനെ ഒരു മുന്നിൽ ക്യാമറ നിൽക്കുന്നു എന്ന ബോധത്തെ നിൽക്കാനൊന്നും കഴിയില്ല. പക്ഷേ അവരെ പോലും
പോലും ആ മരണത്തിനപ്പുറത്തേക്ക് അവർക്ക് ഇങ്ങനെ അവരുടെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇവർ ഈ ക്യാമറകളെല്ലാം കൂടി സൂം ചെയ്ത് നിൽക്കുകയാണ്. ഇതെല്ലാം ഓരോ കണ്ടന്റായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന് സർക്കാരിന് അത്ര നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും, പോലീസിന് അത്തരത്തിൽ നിയന്ത്രണം എടുത്താൻ കഴിയും. ഇപ്പോൾ ഇതാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അത്ര നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും, മാധ്യമപ്രവർത്തന സംഘടന, പത്രപ്രവർത്തക യൂണിയന് അത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കെ.സി. വേണുഗോപാലിൻ്റെ വീടിൻ്റെ ജനലിനകത്തേക്ക് മൊബൈൽ കൊണ്ടുവച്ച് വിഷ്വൽ എടുക്കുന്നത് മാധ്യമപ്രവർത്തനമാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരുന്നതും മാധ്യമപ്രവർത്തനത്തിൻ്റെ അവകാശത്തിൽ വരുന്നതുമല്ല. അയാളുടെ വീട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഇടമാണ്. അവിടെ ആര് കയറിയാലും അയാൾ എവിടെ നിന്ന് വിഷ്വൽ എടുക്കാൻ അനുവദിക്കുന്നത്, അയാളുടെ വീടിൻ്റെ പുറത്തു നിന്ന് എടുക്കാൻ അനുവദിക്കുന്നെങ്കിൽ അത് അനുവദിക്കണം. അയാൾ മുറി അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും അവരുടെ വീടിൻ്റെ വിടവുണ്ടെങ്കിൽ ആ വിടവിലേക്ക് ക്യാമറയോ മൊബൈലോ തള്ളിക്കയറ്റി വെച്ച് വിഷ്വൽ എടുക്കുക എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. അതിനി ആരുടേതായാലും, അതിനി സെലിബ്രിറ്റി ആയിക്കോട്ടെ സാധാരണ മനുഷ്യനായിക്കോട്ടെ, അതൊന്നും ചെയ്യുന്നത് ശരിയായ ഒരു രീതിയല്ല. ഇത്തരത്തിൽ ഗൗരവമായ ഒരു ഇടപെടലിന് മാധ്യമപ്രവർത്തക യൂണിയനായാലും സർക്കാരായാലും പൊതു മാധ്യമങ്ങളുടെ മുതലാളിമാരായാലും മാധ്യമ സമൂഹവും ഒക്കെ തയ്യാറായില്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നാൽ ആ ചടങ്ങിലേക്ക് ഒരു മാധ്യമങ്ങളും വരേണ്ടതില്ല എന്ന് തീരുമാനിക്കും. മോഹൻലാൽ തന്നെ അമ്മയുടെ ചടങ്ങിലേക്ക് അവസാനം മാധ്യമങ്ങൾ ചിത കത്തിക്കുന്നത് കാണിക്കേണ്ട. ഇപ്പം ചിത കത്തിക്കുമ്പോൾ സ്വാഭാവികമായും കാണാൻ മോഹൻലാലിൻ്റെ ആരാധകർക്ക് താല്പര്യം കാണും. അത് കാണിക്കാൻ കഴിയാതെ പോയത് ഈ മട്ടിൽ അവിടെ ഒരു ഔചിത്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമം കൊണ്ടല്ല, നിയമം കൊണ്ട് എനിക്ക് ഏത് വീട്ടിലും എൻ്റെ മൊബൈൽ ഫോണിൻ്റെ റിംഗ് ടോൺ ഞാൻ എന്തിനാ മാറ്റേണ്ട കാര്യം. പക്ഷേ ഒരു മരണ വീട്ടിൽ ചെന്നാൽ അതൊരു അടിപൊളി റിംഗ് ടോൺ ആണെങ്കിൽ അത് മ്യൂട്ട് ചെയ്തിട്ട് നിൽക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് സാമാന്യമായൊരു ഔചിത്യമാണ്. ഈ ഔചിത്യമില്ലാത്ത ആളുകൾ ഈ മാധ്യമ മേഖലയിൽ കടന്നു വരികയും അവർ ഇതിൻ്റെ ഒരു വലിയ ആൾക്കൂട്ടമാകുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരടക്കം ഇതിൻ്റെ പഴി കേൾക്കേണ്ടി വരികയാണ്. മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്തുമ്പോൾ തന്നെ അവിടെ ഔചിത്യം എന്നത് പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.